അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമയം രാവിലെ ഏകദേശം 8:30 മണിയാവാനായിട്ടുണ്ട്. നമ്മുടെ സെൽമോ കുളിയെല്ലാം കഴിഞ്ഞ് വേഗം തോളിലിട്ട് ഓടി പോവുകയാണ്. പടച്ച റബ്ബേ, ആ പൊന്നൂസ് ബസ് ഇപ്പോൾ പോയി കാണും. ഇന്ന് മുതലാളിയുടെ കയ്യിൽ നിന്ന് വല്ലതുമൊക്കെ ഞാൻ കേൾക്കും. എത്ര നേരത്തെ വരാൻ പറഞ്ഞാലും എൻ്റെ സമയം ഇത് തന്നെയാണ്. എന്നും അദ്ദേഹമായതുകൊണ്ട് തരക്കേടില്ല. എന്നും ഇങ്ങനെയാകുമ്പോൾ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൈനബത്ത പറയുന്നുണ്ട്, മോളെ വല്ലതും കഴിച്ചിട്ട് പോടി, ഉമ്മ ഇവിടെ മേശമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്, ചായയും ഇഡ്ഡലിയും സാമ്പാറുമെല്ലാം. അവൾ പറഞ്ഞു, എനിക്ക് വേണ്ട ഉമ്മ, അല്ലെങ്കിലേ നേരം വഴുകി. ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചോളാം, പിന്നെ 10 മണിക്ക് അപ്പുറത്തെ വേണുചേട്ടൻ്റെ കടയിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് മേശമേലിരുന്ന ഒരു ഗ്ലാസ് ചായ മാത്രം എടുത്ത് മോന്തി ഒറ്റ ഓട്ടമായിരുന്നു. ഇത് കണ്ട് സൈനബത്ത ആവലാതിയോടെ പറയുന്നുണ്ട്, ഈ ഒരു പെണ്ണിൻ്റെ കാര്യം എന്നും രാവിലെ പട്ടിണിയാണ്. രാവിലെ നേരത്തെ എന്തെങ്കിലും കഴിച്ചെങ്കിലല്ലേ, അല്ലെങ്കിൽ വയറിനകത്ത് കുടല് കരിയും, വല്ല അസുഖവും വരുത്തി വെക്കും എന്നെല്ലാം ആവലാതി പറയുന്നുണ്ട്. ഓടുന്ന ഓട്ടത്തിൽ അവൾ റസിയാൻ്റെ റൂമിൽ കയറി ഇപ്പോൾ പ്രസവിച്ച ചെറിയ കുട്ടിയുടെ ചിരിയിൽ മെല്ലെ ഇങ്ങനെ ഒരു പിടിച്ചൊന്നിങ്ങനെ ഇതാക്കിക്കൊണ്ട് പറഞ്ഞു, മോളൂസേ, മേമ പോയി വരാട്ടോ, മേമാൻ്റെ കുട്ടി സുഖമായി ഉറങ്ങിക്കോ എന്ന്. കുട്ടി തൊട്ടിലിൽ ഉറങ്ങുകയാണ്. എന്നാലും അവളെ ഒന്ന് പോയി നോക്കാതെ നമ്മുടെ സെൽമുവിന് പോകാൻ തോന്നിയില്ല. അവൾ ധൃതിപ്പെട്ടാണ്. ആ സമയത്താണ് റസിയ ആവലാതി പറയുന്നത്, എന്നാലും സെൽമു, അളിയാക്ക വന്നില്ല അല്ലേ, ഇന്നെങ്കിലും വരുമായിരിക്കും അല്ലേ എന്ന്. ഇന്നലെയാണ് റസിയ ഡിസ്ചാർജ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത്. അവളുടെ വീട്ടിലേക്ക് തന്നെയാണ് വന്നത്. അവിടെ നിന്നും ആരും വരാത്തത് കൊണ്ട് അവളെയും കൊണ്ട് സെൽമുവും അതുപോലെ തന്നെ ആലിക്കയും അതുപോലെ സൈനബത്തെയും വീട്ടിലേക്ക് പോരുകയായിരുന്നു. ഇത് കേട്ടതും സെൽമുവിന് ദേഷ്യം വന്നു. പിന്നെ ഹോസ്പിറ്റലിൽ വരാത്ത ആളാ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അയാൾ വരണ്ട, അയാൾ വന്നില്ല എന്ന് വെച്ച് എൻ്റെ ഇത്താക്കും കുഞ്ഞിനും ഒരു കുറവുണ്ടാവില്ല. പിന്നെ ആ ഒരു 90 ദിവസം എന്തായാലും ഇത്താനെ ഇവിടെ നിന്ന് ഞങ്ങൾ വിടില്ല. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഇത്താക്ക് എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയാം. വെള്ളം കെട്ടിക്കൊണ്ടുവരണം, അതുപോലെ തന്നെ മിക്സിയിൽ അരക്കാൻ അയക്കില്ലല്ലോ ഇത്താൻ്റെ അമ്മായിമ്മ, അമ്മിമ്മ അരക്കണം, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഉണ്ടായെങ്കിലും അലക്ക് കല്ലുമ്മ തിരുമ്പണം. എന്നാൽ ഉമ്മയും മോളും ഇതെല്ലാം അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. അതുപോലെ തന്നെ മിക്സിയിൽ അരി അരക്കാതെ ഒരലിലിട്ടിട്ടല്ലേ ഇത്താനെ കൊണ്ട് ഇടിപ്പിക്കാറ്. പ്രസവം കഴിഞ്ഞ് ചെന്നതാണെന്നും അവർ നോക്കില്ല. ഇതെല്ലാം ഇത്താനെ കൊണ്ട് അവർ ഇന്ന് ചെന്നാൽ ഇന്ന് തന്നെ ചെയ്യിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ഇത്താനെ 90 കഴിയാതെ ഇവിടെ നിന്ന് എങ്ങോട്ടും വിടില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി വരാം മോളൂസേ, ഞാൻ പോയി വരാം ഇത്ത എന്നും പറഞ്ഞുകൊണ്ട് അവൾ ബസ്സിന് വേണ്ടി അടുത്ത ബസ്സിനെങ്കിലും പോവാമെന്ന് കരുതി ഒറ്റ ഓട്ടമായിരുന്നു. അങ്ങനെ നമ്മുടെ സെൽമു പോകുന്ന പോക്കിലാണ് റസാഖ് മക്കളെയും കൊണ്ട് വരുന്നത് അവൾ ദൂരെ നിന്ന് തന്നെ കാണുന്നത്. അവളെയും റസാഖ് കാണുന്നുണ്ട്. ബൈക്കിലാണ് വരവ്. അവളെ കണ്ടതും അവൻ മനസ്സിൽ വിചാരിച്ചു, ആ കുരുത്തം കെട്ട പെണ്ണ് വരുന്നുണ്ട്. അവളെ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ അവൾ എന്നോട് പറയും. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാനും എന്തെങ്കിലുമൊക്കെ പറയും. അതിലും നല്ലത് വഴി മാറിപ്പോകുന്നതാണ്. ഇത് വഴി ഒരു കുറുക്ക് വഴിയുണ്ട്, അതുവഴി പോയാലും അവളുടെ വീടിൻ്റെ അവിടെ എത്താം. മെല്ലെ ഇതുവഴി പോവാമെന്ന് കരുതി ബൈക്ക് തിരിക്കാനൊരുങ്ങുകയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ സൽമു അവൻ്റെ അടുത്തെത്തി കഴിഞ്ഞിരുന്നു. അവൾ പറഞ്ഞു, എന്നെ കണ്ടിട്ട് ഒളിച്ചോടാനുള്ള ധൃതിപ്പാടിലാണ് എന്ന് തോന്നുന്നു. കള്ളത്തരമുള്ളവർക്ക് ഇങ്ങനെ ഓടേണ്ട ആവശ്യമുള്ളൂ. എന്നെ കണ്ടിട്ട് ഓടണമെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന്. എൻ്റെ ഇത്താനെ കുറ്റം പറഞ്ഞ്
പെൺമക്കളാണ് എന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുകയല്ലേ നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും. എൻ്റെ ഇത്ത മാത്രമാണോ അതിൽ കുറ്റക്കാരെത്തി? നിങ്ങളും ഒക്കെ അതിൻ്റെ പങ്ക് ഉള്ള ആളല്ലേ? നിങ്ങൾക്കുമില്ലേ അതിൽ പങ്ക്? കൂടുതലൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. വീട്ടിലേക്കാണെങ്കിൽ നേരായ വഴിയിൽ തന്നെ പോയിക്കോ, വളഞ്ഞ വഴിയിലൂടെ പോകണ്ട. എനിക്ക് ധൃതിയാണ്, നേരം വൈകിയിട്ടുണ്ട്. അല്ലെങ്കിൽ 2 വർത്താനം കൂടി നിങ്ങളോട് എനിക്ക് പറയാനുണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവൾ അടുത്ത ബസ്സെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി ഒറ്റ ഓട്ടമായിരുന്നു. ഇത് കണ്ടതും റസാക്ക് മനസ്സിൽ വിചാരിച്ചു, ഇനിയിപ്പോൾ ഇതുവഴി തന്നെ പോകാം. അല്ലെങ്കിൽ ആ കുരുത്തം കെട്ട പെണ്ണ് വീട്ടിൽ വന്ന് പറയും അവളുടെ ഇത്താനോടും അവളുടെ ഉമ്മാനോടുമെല്ലാം എന്നെ കണ്ടിട്ട് അളിയൻ പേടിച്ചോടിയെന്ന്. ഇനിയിപ്പോൾ അതുകൂടി കേൾപ്പിക്കണ്ട, എന്തായാലും ഇതുവഴി തന്നെ പോകാം എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ നേരെ റസിയാൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ മക്കളെയും കൊണ്ട് അവിടെ എത്തി. അങ്ങനെ മുറ്റത്ത് നമ്മുടെ സൈനബത്ത വിറകെല്ലാം പെറുക്കിയെടുക്കുകയായിരുന്നു. കാരണം മോള് പ്രസവിച്ച് കിടക്കുകയാണ്. അവൾക്ക് നേരങ്ങത്തിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. തൂമിച്ച ചോറോ ഉലുവച്ചോറോ അങ്ങനെ എന്തെങ്കിലും അവൾക്കുണ്ടാക്കി കൊടുക്കണം. തൻ്റെ അടുത്തല്ലേ തൻ്റെ മോള്, അപ്പം അവളെ പൊന്നു പോലെ നോക്കേണ്ട ഉത്തരവാദിത്തം തനിക്കുണ്ടല്ലോ എന്ന് കരുതി മുറ്റത്തേക്ക് വിറകെടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മുടെ സൈനബത്ത. അപ്പോഴാണ് റസാക്ക് മക്കളെയും കൊണ്ടുവരുന്നത്. ഉമ്മമ്മ എന്നും വിളിച്ചുകൊണ്ട് മക്കൾ 2 പേരും അവൻ്റെ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി. സൈനബത്താക്കാണെങ്കിൽ അവരെ കണ്ടതും സന്തോഷമായി. അതുപോലെ തന്നെ റസാക്ക് വന്നല്ലോ, വീട്ടിലേക്കെങ്കിലും വന്നല്ലോ എന്ന സന്തോഷത്തിൽ കയറി ഇരിക്കും മോനെ, വാ റസിയാനെയും കുട്ടിനെയും കാണണ്ടേ, മോൻ കയറിയിരിക്ക് എന്നവർ സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്. എന്നാൽ റസാക്കാവട്ടെ, എനിക്ക് വയ്യ, എനിക്ക് കയറാനൊന്നും സമയമില്ല, പിന്നെ ഞാൻ കയറാൻ നിൽക്കുകയല്ലേ, എനിക്ക് കാണണ്ട ആ കുരുത്തം കെട്ട കുട്ടീനെ, ഇതും പെൺകുഞ്ഞല്ലേ, എനിക്ക് അതിനെ കാണണ്ട എന്ന് റസിയാനോട് ഞാൻ വന്നു എന്ന് പറഞ്ഞത്, ഞാൻ പോകുവാണ് എന്നും പറഞ്ഞുകൊണ്ട് റസാക്ക് വണ്ടിയുമെടുത്ത് ഒറ്റപ്പോക്ക്. ഈ ശബ്ദമെല്ലാം കേട്ടുകൊണ്ടാണ് നമ്മുടെ റസിയ എഴുന്നേറ്റ് വന്നത്. മക്കളെ കണ്ടതും അവൾക്ക് സന്തോഷമായി. എന്നാൽ അവൾ ആരെയോ തിരിയുന്നത് പോലെ ഇങ്ങനെ മുറ്റത്തേക്ക് തന്നെ വീണ്ടും നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൈനബത്ത പറഞ്ഞു, മോളെ നോക്കിയിട്ട് കാര്യമില്ല, അവൻ പോയി. കുഞ്ഞിനെ കാണാൻ ഞാൻ ഒരുപാട് വിളിച്ചു, നിന്നെയും കുഞ്ഞിനെയും കാണാൻ, പക്ഷെ അവൻ കയറിയില്ല. ആ ഗുരുത്തം കെട്ടതിനെ എനിക്ക് കാണണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ് അവൻ പോയത്. എൻ്റെ മോൾ വിഷമിക്കണ്ട, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ ഉമ്മ പറഞ്ഞത് അവൻ കേൾക്കൂ. എൻ്റെ മോൾ വിഷമിക്കണ്ട, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ, സാരമില്ല. ഇനി നീ അവിടെ പോകുമ്പോൾ അപ്പോൾ അവൻ്റെ അടുത്ത് തന്നെയല്ലേ കുഞ്ഞ്, അപ്പോൾ അവൻ നോക്കിക്കോളും. ഇനിയിപ്പോൾ ഇവിടുന്ന് നോക്കുന്നില്ലെങ്കിലും അവിടെ എത്തിയാൽ അവൻ നോക്കിക്കോളും. ആദ്യത്തെ മക്കളുണ്ടായപ്പോഴും അങ്ങനെ തന്നെയായിരുന്നല്ലോ. ആദ്യത്തെ മോളല്ല, 2ാമത്തെ മോളുണ്ടായപ്പോഴും അവനെ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നല്ലോ. പിന്നീട് ശരിയായില്ലേ, അതുപോലെയാണ് ഇതും, അങ്ങനെ ശരിയായിക്കോളും എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ സൈനബത്ത. എന്നാലും റസിയക്ക് സങ്കടം ഇങ്ങനെ തികട്ടി വരുന്നുണ്ട്. എന്നാലും തൻ്റെ പൊന്നുമോളെ, തങ്ങളുടെ മോളെ കാണാൻ തൻ്റെ ഭർത്താവ്, ആ കുഞ്ഞിൻ്റെ സ്വന്തം ഉപ്പ ഒന്ന് ഈ മുറ്റം വരെ വന്നിട്ടും അകത്തേക്ക് കയറിയില്ലല്ലോ എന്നെല്ലാം ആലോചിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ ആ ആശ്വാസ വാക്കുകൾ കൊണ്ടൊന്നും അവളുടെ സങ്കടം മാറിയില്ല. എന്നാലും ഉമ്മാനെ വിഷമിപ്പിക്കേണ്ട, ഉമ്മാനെ സങ്കടപ്പെടുത്തേണ്ട എന്ന് കരുതി അവൾ ശരി ഉമ്മ എന്നും പറഞ്ഞുകൊണ്ട് കുട്ടികളെയും വിളിച്ച്, മക്കളെ വായോ, നിങ്ങൾക്ക് കാണണ്ടേ നമ്മുടെ കുഞ്ഞാവേ എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് അവർ 3 പേരും പോയി. അങ്ങനെ സ്വത്തുവും മിന്നുവും റൂമിൽ ചെല്ലുമ്പോൾ നമ്മുടെ റസിയാൻ്റെ ചെറിയ കുട്ടി സുഖമായി ഉറങ്ങുകയാണ് ബെഡിൽ. അവളെ കണ്ടതും നമ്മുടെ സ്വത്തുവിനും മിന്നുവിനും സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, ഹായ് ഉമ്മച്ചി, കുഞ്ഞാവ, എന്തു ഭംഗിയാ കുഞ്ഞാവനെ കാണാൻ, ചെറിയ പൂച്ചക്കുഞ്ഞിനെ പോലെ ഉണ്ട് അല്ല ഉമ്മച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവർ 2 പേരും കുട്ടിയുടെ അടുത്തിരുന്ന് കൗതുകത്തോടെ ഇങ്ങനെ മെല്ലെ കുഞ്ഞിനെ തൊട്ടു. അപ്പോൾ റസിയ പറഞ്ഞു, മക്കളെ കുഞ്ഞാവ ഉറങ്ങിക്കോട്ടെ,
കുറച്ച് കഴിഞ്ഞ് കുഞ്ഞാവ് ഉണരും. അപ്പം നമുക്ക് കുഞ്ഞാവനെ കളിപ്പിക്കാട്ടോ, കുഞ്ഞാവക്ക് ഉമ്മയൊക്കെ കൊടുക്കാട്ടോ. ഇപ്പം കുഞ്ഞിനെ ഉണർത്തി കഴിഞ്ഞാൽ കരയുള്ളൂ, ഉറക്കം തികയാതെ കുഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ. അതുകൊണ്ട് കുഞ്ഞാവ് ഉറങ്ങിക്കോട്ടെ, എന്നിട്ട് വാ അമ്മച്ചിക്ക് മക്കളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ റസിയ കുട്ടികളെയും കൊണ്ട് പൂമുഖത്തേക്ക് പോന്നു. അങ്ങനെ മക്കളെയെല്ലാം കൊണ്ടുവന്ന് വിട്ട് നമ്മുടെ റസാക്ക് വീട്ടിൽ ചെന്നപ്പോൾ ജമീലത്ത ചോദിച്ചു, എടാ ആ കുട്ടികളെ രണ്ടും കൊണ്ടുപോയി വിട്ടില്ലേ അവളുടെ വീട്ടിൽ എന്ന് ചോദിച്ചു. റസാക്ക് പറഞ്ഞു, ആ ഉമ്മ കൊണ്ടുപോയി വിട്ടു. എന്നിട്ട് നീ അവിടെ കയറി ആ കുഞ്ഞിനെ ഒന്ന് എടുക്കുകയോ പിടിക്കുകയോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ റസാക്ക് പറഞ്ഞു, ഇല്ലുമ്മ, ഞാൻ അകത്തേക്കൊന്ന് കയറിയിട്ട് പോലുമില്ല. ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത കുഞ്ഞിനെ എനിക്കും ഇഷ്ടമില്ല, എനിക്കും കാണണ്ട. എൻ്റെ അന്നം പോലും മുടിപ്പിച്ച കുഞ്ഞാണ്, അതിനെ എനിക്ക് കാണണ്ട. എന്നിട്ടല്ല അതിനെ എടുക്കുകയും തലോടുകയും ചെയ്യുന്നത്. ഉമ്മാക്ക് എന്താ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ജമീലത്ത പറഞ്ഞു, അത് കേട്ടാൽ മതി, എനിക്കറിയാമല്ലോ എൻ്റെ മോനെ. ഉമ്മ പറഞ്ഞത് എൻ്റെ മോൻ അനുസരിക്കും, അതിൻ്റെ അപ്പുറം ഉമ്മാനെ എതിർത്തൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാമല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് ജമീലത്ത. അവർക്ക് സന്തോഷമായി. തൻ്റെ മകൻ തന്നെ മറന്നൊന്നും ചെയ്യില്ല. സാധാരണ കല്യാണം കഴിഞ്ഞാൽ ആൺമക്കൾ ഭാര്യമാരുടെ വാലിൽ തൂങ്ങി പിന്നെ ഉമ്മമാരെയും അനുസരിക്കില്ല, വീട്ടുകാരെയും വേണ്ട, ആരെയും വേണ്ട, പെണ്ണുങ്ങളെ മാത്രം തലയിലേറ്റി നടക്കും. ഇവിടെ തൻ്റെ മോനെ തൻ്റെ വാക്കാണ് മുഖ്യം. താൻ കൊണ്ടുപോയി വിടാൻ പറഞ്ഞാൽ അവൻ ഭാര്യയെയും ഒഴിവാക്കും. അതുകൊണ്ട് അവർക്ക് സന്തോഷമായി. എന്തായാലും താൻ വരച്ച വരയിൽ നിർത്താൻ കഴിയുന്ന മകനെയാണല്ലോ തനിക്ക് കിട്ടിയെന്ന് ആലോചിച്ച് അവർ അഭിമാനം കൊണ്ടു. സാക്കിൻ്റെ ഉപ്പ മരിച്ച ശേഷം ജോലിക്ക് പോയിട്ടാണ് അവർ മക്കളെ വളർത്തിയിരുന്നത്. അവർ ചെറിയ മക്കൾ ആകുമ്പോൾ തന്നെ റസാക്കിൻ്റെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്. മഞ്ഞപ്പിത്തം വന്നിട്ടാണ് അദ്ദേഹം മരിച്ചു പോയത്. അതിൻ്റെ ശേഷം ചെറിയ മക്കളെ അവർ പണിയെല്ലാം എടുത്ത് നോക്കിയതാണ്. അത് ഇടയ്ക്കിടെ എടുത്ത് പറയുകയും ചെയ്യും, വാപ്പയില്ലാത്ത കുട്ടികളായിരുന്നു നിങ്ങളെ ഞാൻ പണിക്ക് പോയിട്ടാണ് വളർത്തിയത്, അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്, ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത് എന്നെല്ലാം മിനിറ്റിന് എന്ന് പറയും പോലെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ മക്കൾക്കും തങ്ങളെ ഇത്രയധികം കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മാൻ്റെ വാക്കുകളായിരുന്നു വേദവാക്യം. എന്നാൽ മൂത്ത മകന് അതിനൊന്നും കിട്ടില്ല. മൂത്ത മകനും ഭാര്യയും അവിടെ നിന്ന് നമ്മുടെ ജമീലാത്താൻ്റെ ഈ ഒരു സ്വഭാവം കൊണ്ട് ഇറങ്ങിയതാണ് മക്കളെയും കൊണ്ട്. ഇതേ ഭരണമായിരുന്നു മൂത്ത മകൻ്റെയും മരുമകളുടെയും അടുത്ത്. എന്നാൽ സഹിക്കാവുന്നതിൻ്റെ പരിധിയിൽ അപ്പുറമായപ്പോൾ അദ്ദേഹം ഭാര്യയെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവരിപ്പോൾ വേറെ വീടെല്ലാം വെച്ച് അവിടെ ഭാര്യയും മക്കളുമായി സസുഖം കഴിയുന്നു. ഇടയ്ക്ക് ഉമ്മാനെയും അനിയനെയും പെങ്ങളെയും വീട്ടിലും എല്ലാം വന്ന് കണ്ടുപോകും. എന്നാൽ അവരുടെ ഭരണമൊന്നും മൂത്ത മകൻ്റെയും ഭാര്യയുടെയും അടുത്ത് നടക്കില്ല. അവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മൂത്ത മകൻ്റെ ഭാര്യ നമ്മുടെ റസാക്കിൻ്റെ ഭാര്യയെ കഷ്ടപ്പെടുത്തിയിരുന്നത് പോലെ അവളെയും ഒരുപാട് കഷ്ടപ്പെടുത്തിയിരുന്നു. അവളും എതിർത്തൊന്നും പറയാതെ എല്ലാം മൗനമായി അനുസരിച്ചിരുന്നു. എന്നാൽ തൻ്റെ ഭാര്യയോടുള്ള ഉമ്മയുടെ ഈ അതിരുകടന്ന പെരുമാറ്റം കൂടിയപ്പോൾ അദ്ദേഹം സ്വന്തം ഇഷ്ടത്തിനാണ് അവിടെ നിന്നും വേറെ വീട് വെച്ച് മാറാൻ തീരുമാനിച്ചത്. ആദ്യമെല്ലാം കുറച്ചു കാലം വാടക വീട്ടിലായിരുന്നു. പിന്നീട് ജോലിയെല്ലാം കുറച്ച് മെച്ചപ്പെട്ടപ്പോൾ സ്വന്തമായി വീടും വെച്ച് നല്ല രീതിയിൽ കഴിയുന്നു. റസാക്കിൻ്റെ മൂത്ത ജ്യേഷ്ഠന് 2 പെണ്ണും 2 ആണുമാണ്. മൂത്തത് ഒരാണും പിന്നെ അതിൻ്റെ താഴെ 2 പെണ്ണും പിന്നെ അതിൻ്റെ താഴെ ഒരാണും. അതുകൊണ്ട് തന്നെ ആൺമക്കളുടെയോ അല്ലെങ്കിൽ പെൺമക്കളുടെയോ കാര്യമൊന്നും പറഞ്ഞ് അവളെ ജമീലത്ത ദ്രോഹിച്ചിരുന്നില്ല. പക്ഷേ വീട്ടുജോലി എടുപ്പിച്ചും അതുപോലെ തന്നെ
ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് പോകാൻ സമ്മതിക്കാതെയും സ്വന്തം മകളെ ഒരു ജോലിയും എടുക്കാൻ സമ്മതിക്കാതെ മരുമക്കളെ കൊണ്ട് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യിച്ചും അങ്ങനെയെല്ലാം ഒരുപാട് കഷ്ടപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും ഒരു 10 മിനിറ്റ് കൂടുതൽ റൂമിലിരുന്ന് വർത്തമാനം പറയുന്നത് കണ്ടാൽ ജമീലത്താക്ക് ഇങ്ങനെ ദേഷ്യം ഇരച്ചു കയറും. കാരണം ഭർതൃ സുഖം അധികം അനുഭവിക്കാത്ത സ്ത്രീയായിരുന്നല്ലോ അവർ. ചെറിയ മക്കളായിരുന്നപ്പോൾ തന്നെ അവരുടെ ഭർത്താവ് മരിച്ചു പോയതല്ലേ. അതുകൊണ്ട് ഭർതൃ സുഖവും അല്ലെങ്കിൽ ഒരാണിൻ്റെ തണലും അധികം അനുഭവിക്കാത്ത അവർക്ക് തൻ്റെ മരുമക്കൾ ഒരു 10 മിനിറ്റിൽ കൂടുതൽ തൻ്റെ മക്കളുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നതോ കൊഞ്ചിക്കുഴയുന്നതോ ഒന്നും കണ്ടാൽ അവർക്ക് സഹിക്കില്ല. 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ അവർ വാതിലിൽ മുട്ടി വിളിക്കാൻ തുടങ്ങും. എന്താ അവിടെ? സൈഫു എന്നായിരുന്നു മരുമകളുടെ പേര്. സൈഫു, എന്താ അവിടെ? ഇത്ര നേരമായിട്ടും നിനക്കിങ്ങോട്ട് പുറത്തേക്ക് വരാനായില്ലേ? ഇങ്ങോട്ട് പോര്. ഇവിടെ ഒരുപാട് പിടിപ്പത് ജോലി കിടക്കുന്നുണ്ട്. റൂമിലിരുന്ന് വാതിലടച്ച് കൊഞ്ചിക്കൊഴയാതെ ഇവിടെ വന്ന് ജോലിയെടുക്കാൻ നോക്കിയെന്നെല്ലാം പറഞ്ഞ് അവർ മരുമകളെ ഒരു സ്വൈരവും കൊടുക്കാതെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നതുവരെ അവർ ആ വാതിൽ ഇടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ 10 മിനിറ്റ് കൂടുതലൊന്നും അവനും അവൻ്റെ ഭാര്യയും റൂമിലിരിക്കില്ലായിരുന്നു. ഇങ്ങനെയെല്ലാം സ്വസ്ഥതയില്ലാതെ ഒരു ജീവിതമായപ്പോഴാണ് നമ്മുടെ റസാക്കിൻ്റെ ജ്യേഷ്ഠൻ ഭാര്യയെയും കൊണ്ട് കുട്ടികളെയും കൊണ്ട് വീട് മാറി താമസിച്ചത്. എന്നാൽ റസാക്കാവട്ടെ ഉമ്മ ഈ ചെയ്യുന്നതിലെല്ലാം ആനന്ദം കണ്ടെത്തുന്ന ഒരാളായിരുന്നു. സ്വന്തം ഭാര്യയെ ഉപദ്രവിക്കുന്നതോ ദ്രോഹിക്കുന്നതോ ഒന്നും അവൻക്ക് ഒരു വിഷയമേ അല്ലായിരുന്നു. അവൻ അതെല്ലാം തൻ്റെ ഉമ്മയല്ലേ, തൻ്റെ ഉമ്മക്ക് എന്തും പറയാനുള്ള അധികാരമുണ്ട് എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് മറുത്തൊരക്ഷരം ഉരിയാടാതെ ഉമ്മയെ അനുസരിക്കുന്ന ഒരു മകനായിരുന്നു റസാക്ക്. അങ്ങനെ ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഏകദേശം 3 മാസമായി. ഇന്നാണ് നമ്മുടെ റസിയാൻ്റെ പ്രസവിച്ച് 3 മാസം തികയുന്ന ദിവസം. റസാക്കിൻ്റെ വീട്ടിലേക്ക് അവളെ കൊണ്ടുപോകേണ്ട ദിവസമാണ്. ഈ ദിവസങ്ങൾക്കിടക്ക് പലതും കഴിഞ്ഞുപോയി. കുഞ്ഞിൻ്റെ മുടി കളയലും പേരിടലും 40ാമത്തെ ദിവസവും എല്ലാം കഴിഞ്ഞുപോയി. എന്നാൽ റസാക്കോ അവൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരികയോ അന്വേഷിക്കുകയോ ചെയ്തില്ല. കുഞ്ഞിപ്പോൾ ഇങ്ങനെ കമിഴ്ന്ന് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അമാന എന്നായിരുന്നു അവൾക്ക് പേരിട്ടിരുന്നത്. ആമിക്കുട്ടി എന്നാണ് അവരെല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുക. എന്നാൽ മിന്നുവും സ്വത്തും സ്നേഹപൂർവ്വം സുന്ദരി മോള് എന്നും വിളിക്കും. അങ്ങനെ 3-ാം മാസം തികയുന്ന അന്ന് നമ്മുടെ അലിക്കയും സൈനബത്തെയും അതുപോലെ തന്നെ നമ്മുടെ സൽമവും പറഞ്ഞു, മോളെ അവിടെ നിന്ന് ഏതായാലും ആരും വരില്ല. മക്കൾക്ക് സ്കൂളെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. റസിയ മോളെയും കുഞ്ഞിനെയും നമുക്ക് അവിടെ കൊണ്ടുപോയി ചെന്നുവിടാം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ റസിയാനെയും മക്കളെയും കൊണ്ടുവിടാനായിട്ട് അലിക്കയും അതേപോലെ തന്നെ സെൽമവും ആണ് പോയത്. സെൽമു അതിനു വേണ്ടി അന്ന് പ്രത്യേകം ലീവ് എടുത്തതായിരുന്നു. അവൾക്കറിയാം ഉമ്മാനെയും ഉപ്പാനെയും വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്താനെയും മക്കളെയും ആ തള്ളയും അതുപോലെ തന്നെ അവിടെയുള്ളവരും അങ്ങോട്ട് കയറ്റുക പോലുമില്ല. അതുകൊണ്ട് ഉമ്മയും ഉപ്പയും പോയാൽ ശരിയാവില്ല. ഒരു കാരണവരുടെ സ്ഥാനത്ത് ഉപ്പ ഇരുന്നോട്ടെ, എന്നാൽ ഉമ്മാക്ക് പകരം താൻ പോയിക്കോളാം എന്ന തീരുമാനത്തിൽ നമ്മുടെ സെൽമവും അലിക്കയും റസിയയും മക്കളുമാണ് റസാക്കിൻ്റെ വീട്ടിലേക്ക് പോയത്. ഒരു ഓട്ടോ വിളിച്ചായിരുന്നു അവർ പോയിരുന്നത്. അങ്ങനെ ഓട്ടോ ഇറങ്ങി അവർ അകത്തേക്ക് കയറുമ്പോൾ ഉമ്മറത്ത് നമ്മുടെ റസാക്കിൻ്റെ പെങ്ങളിങ്ങനെ തിരുമ്പി കഴിഞ്ഞിട്ട് അത് അയലിൽ തോരിടുന്ന തിരക്കിലായിരുന്നു. അയലിന്മേൽ ഇടുകയായിരുന്നു തുണികളെല്ലാം. അവരെ കണ്ടതും കുത്തനെ അണ്ണ പായുന്നതുമാരെ, നമ്മുടെ അണ്ണാനൊക്കെ മരത്തിലൂടെ ഇങ്ങനെ പായില്ലേ, അതുപോലെ ഒരു കുത്തനെ ഒരു ഓട്ടമായിരുന്നു നമ്മുടെ ഹാജറ അകത്തേക്ക്. അകത്ത് അടുപ്പിൽ ചോറ് വെക്കുന്ന തിരക്കിലായിരുന്നു നമ്മുടെ ജമീലത്ത. അവരെ കണ്ടതും ഹാജറ പറഞ്ഞു, ഉമ്മ
അവളും അവളുടെ ആ തലതെറിച്ച അനിയത്തിയും വാപ്പയും മക്കളും എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ ജമീലത്ത് ചോദിച്ചു, നീ ആരുടെ കാര്യമാണ് പെണ്ണെ പറയുന്നത്? വേറെ ആര്? നിങ്ങളുടെ മരുമകൾ, അവളും അവളുടെ വീട്ടുകാരും. ഇന്ന് കുഞ്ഞിൻ്റെ 90-ാം ദിവസമല്ലേ, അതുകൊണ്ട് 90-ന് ഇവിടുന്ന് ആരും അങ്ങോട്ട് കൊണ്ടുവരാൻ ചെല്ലാത്തത് കൊണ്ടായിരിക്കാം അവർ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജമീലത്ത പറഞ്ഞു, കുറച്ച് നേരം മുറ്റത്ത് അവിടെ നിൽക്കട്ടെ, ഇപ്പോഴൊന്നും അങ്ങോട്ട് ചെല്ലണ്ട, കുറച്ച് നേരം വാപ്പയും മക്കളും മുറ്റത്ത് അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സെൽമു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരുമില്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അവരെല്ലാവരും കണ്ടിട്ടുണ്ട് മുറ്റത്ത് ഹാജർ നിൽക്കുന്നതും അവൾ ഓടുന്നതും. കുറച്ച് സമയമായിട്ടും ആരെയും കാണാത്തപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങളോട് കയറിയിരിക്കാനോ പറയാനോ ആയിട്ട് ആരും വരില്ല എന്ന്. അപ്പോൾ സെൽമ പറഞ്ഞു, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇത്ത, നമുക്ക് അകത്തേക്ക് കയറാം, നിങ്ങൾ വരി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുന്നിൽ കയറി. അതിൻ്റെ പിന്നിലായിട്ട് അലിക്കയും അതുപോലെ തന്നെ നമ്മുടെ റസിയയും മക്കളും കയറി.